നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സബ്ജക്റ്റ് നെഗറ്റീവ് സോൾമേറ്റിനെയും കർമ്മ പാർട്ട്ണറിനെയും എങ്ങനെ വെവ്വേറെ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇത് ഞാൻ ഈ ടോപ്പിക്ക് വീണ്ടും സംസാരിക്കാൻ കാരണം ഇപ്പോൾ ധാരാളം ആൾക്കാർ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്ത് എൻ്റെ അടുത്ത് വരാറുണ്ട്. ആദ്യമൊക്കെ ഒരു 25 വയസ്സിന് താഴെയുള്ള പിള്ളേർ, അതായത് പ്രേമം നോർമലി ഉള്ളൊരു പ്രേമത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്ന കുട്ടികളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നത് പോകെ ഇപ്പോൾ ഒരു 25 തൊട്ട് 45 വരെ വയസ്സിനിടയിലുള്ളവർ കൂടുതലും സ്ത്രീകളാണ് വരുന്നത്. പുരുഷന്മാരുണ്ട്, എന്നാലും കൂടുതലും സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ ഇവർ വന്ന് ഇവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സബ്ജക്റ്റുകൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആസ്പെക്റ്റ്. അപ്പോൾ ഇത് അവരവരുടെ ലൈഫുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴാണ് ഇത് കൂടെയുള്ള വ്യക്തി എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക് അവരെത്തിക്കഴിഞ്ഞ് ഇപ്പം ഒരു റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആണെങ്കിൽ അവർക്ക് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയോ തരത്തിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെന്നെ വിളിച്ച് വേണ്ട കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ ഒരു രീതിയിലും മാനസികമായിട്ടും അടുപ്പമില്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥ. നമുക്ക് മാനസികമായിട്ട് അവരോട് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ല, പക്ഷെ ജീവിച്ചേ മതിയാകൂ എന്നുള്ളൊരവസ്ഥയിലാണ് ഒരുപാട് പേര് പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. നമ്മുടെ കോമൺ ക്ലീഷേഴ്സാണ്, എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും, നമുക്കത് പരിഹരിച്ച് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള സിലബസിലാണ്, അല്ലെങ്കിൽ ഇതാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, വളരെ വിദ്യാഭ്യാസമുള്ള, എല്ലാത്തിനെയും വളരെ പ്രാക്ടിക്കലായിട്ട് കാണുന്ന, കമ്പാരിറ്റീവ്ലി സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്യൂഡോ സയൻസോ ഒന്നും വിശ്വസിക്കാത്ത ഒരുപാട് ബുദ്ധിമാന്മാർ അല്ലെ ബുദ്ധിമതികൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ എന്താ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? വൈ? അവരുടെ ഡിസിഷൻസ് എല്ലാം കറക്റ്റാണ്, അവരുടെ തോട്ട് പാറ്റേൺ കറക്റ്റാണ്, അവരുടെ ചിന്താഗതികളെല്ലാം കറക്റ്റാണ്, വളരെ പ്രാക്ടിക്കലാണ്, എന്നിട്ടെന്താ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇവിടെയൊക്കെയാണ് നമ്മൾ എത്രയൊക്കെ എന്താ പറയുന്നത്, കണ്ണടച്ച് പാല് കുടിച്ചാലും ചില കാര്യങ്ങൾ പുറത്തോട്ട് വരും. അതതിൻ്റെ സമയമാകുമ്പോൾ അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിന് ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും പറയാനും ഒക്കെ. അത് ഒരു മനുഷ്യന് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡിൻ്റെ കുറ്റം വൈഫ് പറയുമ്പോൾ ഹസ്ബൻഡ് ചിന്തിക്കാം, എന്നെക്കുറിച്ച് മോശം വേറൊരാൾ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അത് എൻ്റെ ഇമേജ് പോകുന്ന പരിപാടിയല്ലേ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് വേറൊരാളോട് പറയേണ്ടി വരുന്നു എന്നുള്ള ദുരവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ കുറ്റം വേറൊരാളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്, പക്ഷെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, അതല്ലെങ്കിൽ അവനവൻ്റെ കുറ്റം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള അട്രോസിറ്റീസ്, ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന അട്രോസിറ്റീസ് നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം കഴിയുമ്പോൾ അത് മറന്നീക്കി പുറത്തു വരും. അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിന് നിങ്ങളിനി എത്ര വാ പൊത്തി പിടിച്ചാലും മുകളിലൊരു ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ തിരിയാൻ തുടങ്ങും. അത് നിങ്ങൾക്കെതിരെ തിരിയാൻ തുടങ്ങുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അവിടെ നിങ്ങൾ സറണ്ടറായി നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് തിരുത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ നിങ്ങൾ കൂടെ കൊണ്ട് ചേർത്ത് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ
നമ്മുടെ സബ്ജക്റ്റ് പ്രകാരം സംസാരിക്കുകയാണെങ്കിൽ സോള് പണിയെടുക്കും, സോള് പണി തുടങ്ങും, സോള് തീരുമാനിക്കും, സോള് സാഹചര്യത്തെ സൃഷ്ടിക്കും. നിങ്ങൾ കൂടുതൽ ചേർക്കാൻ മുറുകി പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഗംഭീരമായിട്ട് പൊട്ടിക്കാനുള്ള ശക്തിയും സോളുണ്ട്. അറിയാം സിറ്റുവേഷൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. കാരണം മനുഷ്യൻ്റെ ബോധത്തിൻ്റെ തലം അനുസരിച്ചാണല്ലോ നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അനുസരിച്ചാണ് അവർ പൊക്കോണ്ടിരിക്കുന്നതും കാര്യങ്ങളെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് കർമ്മ പാർട്ട്ണറും നെഗറ്റീവ് സോൾമേറ്റ്സും? ഞാൻ പറഞ്ഞ സോൾമേറ്റ്സ് തന്നെ വേണമെങ്കിൽ പറയാം. റിലേഷൻഷിപ്പ് 3 തരത്തിലുണ്ട്: കർമ്മ പാർട്ട്ണർ, സോൾമേറ്റ്സ് ആൻഡ് ട്വിൻ ഫ്ലെയിം. ഇതിൽ സോൾമേറ്റ്സിനെ തന്നെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് നെഗറ്റീവ് സോൾമേറ്റ്സ്, മറ്റൊന്ന് പോസിറ്റീവ് സോൾമേറ്റ്സ്. അപ്പോൾ ഈ നെഗറ്റീവ് സോൾമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിനെ ഇട്ടേക്കുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പിരിച്വലി എന്ന് തൊട്ട് ഹെയർ ആവുന്നു അന്ന് തൊട്ട് പോസിറ്റീവ് സോൾമേറ്റ്സ് വരും. നിങ്ങൾ സ്പിരിച്വലി ഇൻ ദ സെൻസ് നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാലങ്ങളായിട്ട് ശീലിച്ചേക്ക് നിങ്ങളുടെ ഒരു വേ ഓഫ് ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നവരെല്ലാം വരുന്നത് നെഗറ്റീവ് സോൾമേറ്റ്സ് ആയിരിക്കും. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കർമ്മ പാർട്ട്ണറിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ അതിൻ്റെ ഭംഗി. കർമ്മ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതിനെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിനകത്ത് അസോസിയേറ്റ് ചെയ്തേക്കുന്ന വ്യക്തികൾ തമ്മിൽ സദാസമയം ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള വഴി ഞാൻ പറയുന്നത്, സദാസമയം ഒന്ന് കഴിയുമ്പോൾ അടുത്തടുത്ത് ഇഷ്യൂസ് ആ വ്യക്തികൾ തമ്മിലുണ്ടാവുകയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാകില്ല. കാരണം ഇത് സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോടുള്ള അമിതമായിട്ടുള്ള ഭ്രാന്ത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെ ഈ ലേഡി ഇങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിച്ച് അവർ സ്വയം ആശ്വസിക്കുക മാത്രമായിരിക്കാം. പക്ഷെ ആക്ച്വലി ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി കാരണം ഇവർ ഓരോ നിമിഷവും അനുനിമിഷവും സഫറിങ്ങിലാണ്. വളരെ അത് ഓരോ കുഞ്ഞു കാര്യങ്ങളിൽ പോലും, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ എക്സ്റ്റേണൽ ഫാക്ടർ, ആ വ്യക്തിയുടെ സ്വാധീനം ഭയങ്കരമായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും വേറൊരാളാണ് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് പോലും ആ വ്യക്തിയായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും വഴങ്ങി കൊടുക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതൊക്കെ സ്നേഹം കൊണ്ടാണ് എന്തൊക്കെയുള്ള ഒരു മറയുടെ പുറത്താണ് അവരിതിനെ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പം അതിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ വ്യക്തിയിൽ ശ്വാസം മുട്ടുന്നുണ്ടോ? നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള രസക്കേടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ, നിങ്ങൾ അനുനിമിഷവും സ്ട്രെസ്സിലാണെങ്കിൽ, അതാണ് കർമ്മ പാർട്ട്ണർ. മനസ്സിലാകുന്നുണ്ട്? അതാണ് കർമ്മ പാർട്ട്ണർ. നിങ്ങൾ ആ വ്യക്തി ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇഷ്യൂസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പല ആസ്പെക്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം പറഞ്ഞില്ലേ, ഇപ്പം പലർക്കും അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ റിയാലിറ്റി ഈസ് ദേ. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സംഭവിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിങ്ങനൊരു കാരണം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അറിഞ്ഞിട്ടും നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ബലം പിടിക്കുവാണെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിന് എത്രമാത്രം, നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഒരു രീതിയിലുള്ള സന്തോഷവും ലഭിക്കുന്നില്ലെങ്കിൽ, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരു രീതിയിലും തൃപ്തനാകുന്നില്ലെങ്കിൽ, അതിപ്പോൾ സെക്ഷലി മാത്രമല്ല ഞാൻ പറയുന്നത്, ഓരോ കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങളിലും നിങ്ങൾ സഫറിങ്ങിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു 10-20 വർഷം 30 വർഷം കൂടെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഒരു ഘടകം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെച്ചൊരു ഡിസിഷൻ എടുത്തു തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഓക്കെ, ചില ആൾക്കാർ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് ആളെ വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്തേക്കാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും അത്ര ഈസി പ്രോസസ്സ് ആവില്ലത്. കർമ്മ പാർട്ട്ണറിൻ്റെ എഫക്റ്റ് ലൈഫിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി പ്രോസസ്സ്. നിങ്ങൾ എത്ര ഫിസിക്കൽ ആക്ഷൻസ് എടുത്താലും, നിങ്ങളുടെ സോൾ പവർ കുറവാണെങ്കിൽ ഈ ഫിസിക്കൽ ആക്ഷൻസ് എല്ലാം നെഗറ്റീവില് നിങ്ങൾക്കെതിരായിട്ട് തന്നെ ഭവിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇനി അടുത്തത് നെഗറ്റീവ് സോൾമേറ്റ്സ് ആണ്. ഇപ്പം നെഗറ്റീവ് സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് സംഭവിക്കുന്നതിൻ്റെ ഫാക്ടേഴ്സ് ഔട്ട്സൈഡിലായിരിക്കും.
ഔട്ട്സൈഡ് സൊസൈറ്റി ആയിരിക്കും. അതായത് നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത്, സാമ്പത്തികം, ജോബില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കൂടെ കൂടിയതിന് ശേഷം പല രീതിയിലുള്ള എന്താ പറയുന്ന ലോസ് സംഭവിക്കുന്നു പല ആംഗിളിൽ. പക്ഷെ നിങ്ങളൊരു ഭയങ്കര സ്നേഹമായിരിക്കും, നിങ്ങൾക്കിടയിൽ ഭയങ്കരമായ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ്ങിലായിരിക്കാം. പക്ഷെ ഔട്ട്സൈഡിൽ ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി ചേർന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇഷ്ടപ്പെട്ടൊരു വ്യക്തി കൂടെ ജീവിക്കുമ്പോഴും ഇങ്ങനെയുള്ള ലോസ് സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാവാതെ ആൾക്കാർ ഈ കാരണത്തിൻ്റെ സൊല്യൂഷനാണ് നോക്കുന്നത്, അല്ലേ? ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷേ റൂട്ട് കോസ് വേറെയാണ്, ആ വ്യക്തിയാണ് റൂട്ട് കോസ്. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് സോൾമേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അടി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രേമമാവുന്നല്ല. ഈ എന്താ പറയുന്നത്, പോസിറ്റീവ് സോൾമേറ്റ്സ് എന്ന് പറയുന്നത് ജനസേ വേറെയാണ്. അത് നമുക്കൊരിക്കലും നെഗറ്റീവ് സോൾമേറ്റ്സോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സംഗതി നടക്കും. പക്ഷെ അതൊക്കെ വേറൊരു വൈബാണ്. മനസ്സിലായോ? ഈ നെഗറ്റീവ് സോൾമേറ്റ്സ് വന്നതിന് ശേഷം ഒരു വ്യക്തി അനുഭവിക്കേണ്ട കഷ്ടതകൾ, ഇപ്പോൾ കർമ്മ പാർട്ണർ വന്നാലും ഇത് തന്നെ അവസ്ഥ. ഇപ്പം നിങ്ങൾക്ക് തമ്മിലുള്ള ഇഷ്യൂസ് വർദ്ധിക്കും, നിങ്ങൾ തമ്മിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നിങ്ങൾ തമ്മിലുള്ള അടിയും ഉണ്ടാവും, പുറമേ നിന്നുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും. കർമ്മ പാർട്ട്നേഴ്സിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, ഞാൻ പോയിന്റ് പറയാൻ വിട്ടുപോയതാണ്. പുറമേ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കുന്നു, പല ആംഗിളിൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങളൊരു ജോലിസിനടുത്ത് പോയിട്ട് എനിക്ക് സമയദോഷമാണ്, ഇതല്ല സംഭവം. ഇതിൻ്റെ കാരണം ആ വ്യക്തിയാണ്. മനസ്സിലാകും? ചേരാൻ പാടില്ലാത്ത ഒരു ഊർജ്ജമാണ് കൂടെ കൂടിയിരിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പം ഇത് തമ്മിലും സ്നേഹമില്ല, ഔട്ട്സൈഡ് സിറ്റുവേഷൻസിനും വിപരീതമാണ്. മറ്റേന്ന് പറഞ്ഞാൽ തമ്മിൽ സ്നേഹമുണ്ട്, നല്ല ബോണ്ട് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഔട്ട്സൈഡിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു നെഗറ്റീവ് സോൾമേറ്റും കർമ്മ പാർട്ട്ണറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം, അപ്പോൾ ഓക്കെ, നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തിനെ അങ്ങ് മാറ്റിയേക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഇരിക്കാതിരിക്കട്ടെ. അപ്പോൾ നാളെ നിങ്ങളൊരാളെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ എനർജി ലെവലിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ സോൾ പവർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇതേ പാറ്റേണുള്ളൊരു മറ്റൊരു വ്യക്തിയെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്, പ്രേമിക്കാൻ പോകുന്നത്. അതാണ് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി. മനസ്സിലായോ? കാരണം നിങ്ങളിൽ മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ഏത് വൈബ്രേഷനാണോ അതേ വൈബ്രേഷനുള്ള വ്യക്തിയെ തന്നെ പോയി പിടിച്ചിരിക്കും. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. പക്ഷേ നിങ്ങൾക്കത് എപ്പം റിവീൽഡ് ആകുമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കർമ്മ അനുസരിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നു, ഓരോ വ്യക്തികൾക്കും ഓരോ സിലബസാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് നിങ്ങൾ ആ ടെക്നിക്ക് ചെയ്യുക, ഈ ടെക്നിക്ക് ചെയ്യുക. കാരണം അത് കഴിഞ്ഞു, അത് കോമൺ പരിപാടി കഴിഞ്ഞു. നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഓരോ അവനവനിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയമായി. അത് എന്താ പറയുക, അത് കണ്ടുപിടിക്കാനും കുറച്ച് നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് അത്ര ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമായി. അല്ലാണ്ട് കോമൺ ആയിട്ട് നിങ്ങൾ ഇന്ന ടെക്നിക്ക് ചെയ്താൽ ഓരോ വ്യക്തിയുടെയും പാറ്റേൺ അവിടെയാണ്. ഇപ്പോൾ സോൾമേറ്റ്സ്, പിന്നെ നമ്മൾ പറഞ്ഞു സോൾമേറ്റ്സിനകത്ത് തന്നെ മൾട്ടിപ്പിൾ സോൾമേറ്റ്സ് ഉള്ളവരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് സോൾമേറ്റ് റിലേഷൻഷിപ്പിനകത്ത് ഇരിക്കുന്നവർക്ക് തന്നെ മൾട്ടിപ്പിൾ ഉള്ളവരുണ്ട്. അവരുടെ വേ ഡിഫറെൻ്റാണ്. പല രീതിയിലുള്ള പാറ്റേണുകളുള്ളവരുണ്ട്, പല രീതിയിലുള്ള പാറ്റേൺ. ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ, ഇതൊക്കെ മനസ്സിലാകണ്ടേ, ഇത് മനസ്സിലാക്കി അതനുസരിച്ച് തിരുത്തേണ്ടേ, അവനവനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടേ. അത് സംഭവിക്കുമ്പോഴല്ലേ റിസൾട്ട് വരത്തുള്ളൂ. ഇൻ ദ സെൻസ് നിങ്ങളുടെ സോൾ പവർ ഹയർ ആവുകയും നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി. ഇനി വേണമെങ്കിൽ പറയാം, അപ്പോൾ സാറേ നെഗറ്റീവ് സോൾമേറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ലേ? ഞാനും അവനും നെഗറ്റീവ് സോൾമേറ്റ് ആണ്. പറ്റും, പോസിബിലിറ്റി ഉണ്ടല്ലോ, സീരിയസ്ലി ഉണ്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് സോൾമേറ്റും കർമ്മ പാർട്ണറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബേസിക് ഡിഫറൻസ് ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മാറിയും മറിഞ്ഞും വരുന്നത് ഓരോ വ്യക്തികളുടെയും ലൈഫ് അനുസരിച്ചിട്ടാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നിങ്ങളെ തിരുത്തിയാൽ നിങ്ങൾക്ക് ഒരു ഭാവിയിലും
ഒരു നല്ല ബന്ധത്തിലേക്ക് പോകാൻ പറ്റും. അല്ലാണ്ട് നിങ്ങളൊരു ശപിക്കപ്പെട്ട വ്യക്തിയോ നിങ്ങൾ വിധിക്കപ്പെട്ട വ്യക്തിയോ ഒന്നുമല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസ്ഥകൾ നമ്മുടെ എന്താ പറയുന്നത്, നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള നോളജുകൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന കോമൺ സെൻസിലേക്ക് എത്തേണ്ടത്. മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്കിത് അറിയാനും നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള നോളജും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, നിങ്ങളെ ഉയർത്താൻ വേണ്ടി തന്നെയാണ്. അത് ബുദ്ധിപൂർവം ബോധപൂർവം നിങ്ങളെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുക അക്കോർഡിംഗ് ടു യുവർ പാറ്റേൺ ഓഫ് ലൈഫ്, നിങ്ങളുടെ റൂട്ട് കോസ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പോയെങ്കിലേ ഇതിൻ്റെ സൊല്യൂഷൻ എന്നേക്കുമായിട്ട് ലഭിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കർമ്മ പാർട്ട്ണർ വേറെ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഉണ്ട്. ഇതിനെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സോൾ പവർ ഹെയർ ആക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അതിനെന്താ? പ്രോപ്പർ നോളജ് വേണം, പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു.